പ്രതികൂലമായി ബാധിക്കുന്ന ലേബർ കോഡുകൾ പുനഃപരിശോധിക്കണമെന്ന് BMS കാസർഗോഡ് മേഖലാ സമ്മേളനം ജില്ലാ സെക്രട്ടറി KV ബാബു ഉദ്ഘാടനം ചെയ്തു. 29 ലേബർ നിയമങ്ങളെ 4 കോഡുകളായി ചുരുക്കുമ്പോൾ അതിൽ തൊഴിലാളികൾക്ക് പ്രതികൂലമായി ബാധിക്കുന്ന കോഡുകൾ പുനഃപരിശോധിക്കണമെന്ന് BMS കാസർഗോഡ് മേഖലാ സമ്മേളനം ആവശ്യപ്പെട്ടു. BMS കാസർഗോഡ് മേഖലാ ഉപാധ്യക്ഷൻ ജനാർദ്ദന കടപ്പുറത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം BMS ജില്ലാ സെക്രട്ടറി KV ബാബു ഉദ്ഘാടനം ചെയ്തു. KSRTC ഡിപ്പോകളിൽ നമ്മുടെ കാവ്യ പതാക മാറാൻ കാരണം അദ്ദേഹത്തിന്റെ നിസ്വാർത്ഥമായ കർക്കശമായ നിലപാടുകളും 99 ഡിപ്പോകളിലും യാത്ര ചെയ്തുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ കാലത്തിനുള്ള ആവശ്യത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളാണ് ഭാരതീയ മസ്ദൂർ സംഘത്തിന് ആ KSRTC എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനത്തിൽ നമുക്ക് അംഗീകാരം നേടിയെടുക്കാൻ സാധിച്ചത്. അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിലും BMSൽ ഇന്ന് കാണുന്ന മുന്നേറ്റത്തിന് ചുക്കാൻ പിടിച്ച ആദരണീയനായ ജനറൽ സെക്രട്ടറി, നമുക്കറിയാം അദ്ദേഹത്തെ കുറിച്ച് 2 വാക്ക് ഈ യോഗത്തിൽ പറഞ്ഞില്ലെങ്കിൽ സമ്മേളനത്തിൽ ജില്ലാ ജോയിന്റ് സെക്രട്ടറി പ്രദീപ് കേളോത്ത് ആശംസാ പ്രസംഗം നടത്തി. മേഖലാ സെക്രട്ടറി ബാബുമോൻ ചെങ്കള പ്രവർത്തന റിപ്പോർട്ടും മേഖലാ ട്രഷറർ പുഷ്പരാജ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. തുടർന്ന് മേഖലാ ഇൻചാർജ് ഗുരുദാസ് സംഘടന നിയന്ത്രിച്ചുകൊണ്ട് അടുത്ത 3 വർഷത്തേക്കുള്ള ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു. പ്രസിഡന്റായി ഗിരീഷ് കുമാർ, വൈസ് പ്രസിഡന്റുമാരായി ജനാർദ്ദന കടപ്പുറം, വീണ നെല്ലിക്കുന്ന്, അരുൺ BMS ആറെ, ബാലകൃഷ്ണൻ നെല്ലിക്കുന്ന് എന്നിവരെയും, സെക്രട്ടറിയായി ബാബുമോൻ ചെങ്കള, ജോയിന്റ് സെക്രട്ടറിമാരായി രഞ്ജിത്ത് ചെർക്കള, ശാന്താകുമാരി JP നഗർ, ട്രഷററായി S പുഷ്പരാജ് കൊറക്കോട് എന്നിവരെയും തിരഞ്ഞെടുത്തു. BMS ജില്ലാ ഉപാധ്യക്ഷൻ അനിൽ B നായർ സമാരോപ പ്രഭാഷണം നടത്തി. സമ്മേളനത്തിൽ BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഭാസ്കരൻ പൊയ്നാച്ചി, കാസർഗോഡ് മുനിസിപ്പൽ അധ്യക്ഷൻ A കേശവ, മധൂർ മേഖലാ സെക്രട്ടറി ശ്രീധരൻ ചേനക്കോട്, പ്രസിഡന്റ് വസന്ത നായിക്, BMS ചെങ്കള പഞ്ചായത്ത് സെക്രട്ടറി അവിനാഷ് നെക്രാജെ, BMS ചെങ്കള പഞ്ചായത്ത് അധ്യക്ഷൻ പ്രജിത് പുണ്ടൂർ എന്നിവർ പങ്കെടുത്തു. KST എംപ്ലോയി സംഘ് പ്രതിനിധി ജയശീലൻ വന്ദേ മാതരവും ബാബുമോൻ ചെങ്കള മസ്തൂർ ഗീതവും ആലപിച്ചു. മനോജ് JP നഗർ സ്വാഗതവും രഞ്ജിത്ത് ചെർക്കള നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.